ഓൾറെഡി സെർജിയോ ലൊബേറ ISL പ്രൂവൺ ആണ്, സ്പാനിഷ് കോച്ചാണ്, എല്ലാം ഉണ്ട്. ദെൻ വൈ സെർജിയോ ലൊബേറ എടുത്തില്ല? ഡേവിഡ് കറ്റാല. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ സീസണിന് വേണ്ടി പുതിയ കോച്ചിനെ സൈൻ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹീസ് എ സ്പാനിഷ് കോച്ച്. നമുക്കറിയാം ISLലും ഇന്ത്യൻ ഫുട്ബോളിലും സ്പാനിഷ് കോച്ചസിന് എപ്പോഴും ഒരു നല്ല പങ്ക് തന്നെയുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ഡെവലപ്മെന്റ് കഴിഞ്ഞൊരു 10 വർഷം എന്തെങ്കിലും നേട്ടങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ സ്പാനിഷ് പ്ലേയേഴ്സോ സ്പാനിഷ് കോച്ചസോ എപ്പോഴും ഒരു പങ്ക് നയിച്ചിട്ടുമുണ്ട്. ആ ഒരു സംഭവം ഫോളോ ചെയ്താണോ എന്നറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സും ഈ തവണ സ്പാനിഷ് പ്ലേയേഴ്സിനും സ്പാനിഷ് കോച്ചസിനും ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ജീസസ് ജിമെനസ് തുടരുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഒരു പുതിയ കോച്ചും വന്നേക്കുന്നു. സെർജിയോ കാസ്റ്റൽ റൂമറും ഏകദേശം ഈ വഴി കൺഫേം ആണെന്നൊക്കെ പറയാൻ സാധിക്കും. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതൊരു നല്ല സൈനിങ് ആണോ? സൈനിങ് തുടങ്ങി അത് 5 മിനിറ്റിൽ നല്ല പോസിറ്റീവ് മെസ്സേജസ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ 15 മിനിറ്റ് കഴിഞ്ഞ് ആൾക്കാർ ഈ പുള്ളിയുടെ സ്റ്റാറ്റും അതുപോലെ മറ്റ് ക്ലബ്ബുകളുടെ റെക്കോർഡ്സ് നോക്കിയപ്പോൾ നേരെ മറിച്ച് നെഗറ്റീവും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പുള്ളി ഒരു 6 മാസത്തേക്കുള്ള ഒരു ക്ലബ്ബിൽ പോലും നിന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ റീസെന്റ് റെക്കോർഡ് നോക്കിയാൽ 6 മാസം തന്നെ പുള്ളി 3ഓളം ക്ലബ്ബിൽ ഓൾറെഡി സാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നോട്ട് ദ പോയിന്റ്, സാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഏറ്റവും തമാശകരമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ കരോൾ ഗിൻഗിസ് ഈ സൈനിങ് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷനും കോൺഫിഡൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, സമ്മതിക്കുന്നു. ഇദ്ദേഹം ഇത്രത്തോളം ഫ്ലോപ്പ് ആണെങ്കിലും ഒരു കോച്ച് എന്ന നിലയിൽ ഒരാൾ ടീമിലേക്ക് വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ അത് പണ്ട് ചെയ്ത കാര്യങ്ങൾ വെച്ച് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അന്നയാൾ മോശമായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്നാലും വലിയ ഘട്ടം ചെയ്യാൻ പറ്റൂല എന്ന് പറയല്. ഓക്കെ, ഞാൻ എഗ്രി ചെയ്യുന്നു. അതുപോലെ കരോൾ ഗിൻഗിസ് പറഞ്ഞിട്ടായിരുന്നു ഭയങ്കര കാമാണ്, അതുപോലെ കോമ്പിറ്റൻസ് ഒക്കെ ഉണ്ടെന്ന്. അത്ര കാമല്ല. ഈ ഒരു വീഡിയോ മൊത്തം നമ്മൾ ബ്രോഡ്കാസ്റ്റ് പേജ് ഇട്ടിട്ടുണ്ട്, ചെക്ക് ചെയ്യാതാണ്. സോ പറഞ്ഞൊന്നും ഇത്രേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ റെക്കോർഡ്സോ അല്ലെങ്കിൽ മേജർ ട്രോഫീസോ ഒന്നും തന്നെ ഇദ്ദേഹത്തിന് നേടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. റീസെന്റ് ആയിട്ട് NK ഇസ്ത്ര എന്നൊരു ക്ലബിന് വേണ്ടി അദ്ദേഹം 19 ഗെയിംസ് കോച്ചായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. 10 ഗെയിംസും അതിൽ തോറ്റിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്ന ലീഗിലോ ക്ലബിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റും ആ ഒരു സീസണിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് മേജർ ട്രോഫീസ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. ക്ലബിനും ട്രോഫി ഇല്ല, പുള്ളിക്കും ട്രോഫി ഇല്ല. ഇതൊരിക്കലും ട്രോൾ ചെയ്യാനോ പുള്ളിയെ ഒരുമാതിരി കളിയാക്കാനോ വേണ്ടി പറയുന്നതല്ല. എൻ്റെ ചോദ്യം ഇതാണ്, സെർജിയോ ലൊബേറ എന്നൊരു ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നു, വേണമെന്ന് വെച്ചാൽ കിട്ടുകയും ചെയ്യായിരുന്നു. സെർജിയോ ലൊബേറ മേളിൽ നമ്മൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ സൈൻ ചെയ്തു? ഇത് ഞാൻ കഴിഞ്ഞ ഓണയും നമ്മുടെ സ്റ്റാഹറൈ സൈൻ ചെയ്തപ്പോഴും ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. ഓൾറെഡി സെർജിയോ ലൊബേറ ISL പ്രൂവൺ ആണ്, സ്പാനിഷ് കോച്ചാണ്, എല്ലാം ഉണ്ട്. ദെൻ വൈ സെർജിയോ ലൊബേറ എടുത്തില്ല? ഇപ്പോൾ സെർജിയോ ലൊബേറ തന്നെ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ISL എക്സ്പീരിയൻസ് കോച്ചിനൊക്കെ കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ ISL കോച്ച് വേണ്ട, ISL എക്സ്പീരിയൻസുള്ള കോച്ച് വേണ്ട, വേറൊരു കോച്ച് മതിയും തീരുമാനിക്കുമ്പോൾ ഇച്ചിരി ഹൈ പ്രൊഫൈലോ അല്ലെങ്കിൽ ഫുട്ബോളിൽ പ്രൂവൺ കോച്ചിനെ എടുക്കുന്നല്ലായിരുന്നോ ഇച്ചിരി നല്ലതെന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട് പേഴ്സണലി. നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ISL ഇത്രയും സക്സസ് ആയിട്ടുള്ള കോച്ചാണ് സെർജിയോ ലൊബേറ. ഈ സീസൺ മാത്രമായിരുന്നു ക്വാളിഫൈ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ സെർജിയോ ലൊബേറ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഡേവിഡ് കറ്റാല എന്ന ഈ ഒരു കോച്ച്, ഈ ഒരു ചോദ്യചിഹ്നം ഇദ്ദേഹം വേണം ഫില്ല് ചെയ്യാൻ? ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ഇച്ചിരി നേടാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ക്ലബ്ബിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന റോൾ ഇദ്ദേഹം ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം ക്ലബ്ബിന് വേണ്ടി എന്തെങ്കിലും നേടണം. സപ്പോസ് ഇദ്ദേഹം ഫ്ലോപ്പ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ബ്ലെയിമും ട്രോൾസും ഇപ്പോൾ കിട്ടിയതിനേക്കാൾ ഇരട്ടിയായിട്ട് മാനേജ്മെന്റ് ഒന്ന് കേൾക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. ഈ ഫാൻസ് സ്റ്റേഡിയത്തിൽ കയറുമ്പോൾ തടഞ്ഞു നിർത്താനോ ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ട്രോളല്ലേ, ഇതൊരു ക്ലബ്ബല്ലേ, ഒബ്സഷൻ വിത്ത് ട്രോഫീസ് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി മുമ്പിൽ ഉണ്ടായിരുന്നു ഒരു കോച്ചിനെ സ്വന്തമാക്കാൻ, അതും പല ക്ലബ്ബുകളും സ്വപ്നം കാണുന്ന ഒരു കോച്ചിനെ. സ്റ്റിൽ ഡേവിഡ് കറ്റാലയ്ക്ക് പോയിനാരും കുറ്റം പറയുന്നില്ല. ബട്ട് വൈ, എന്തുകൊണ്ട് എന്നൊരു സംഭവം കൂടെ ഡിഫൈൻ ചെയ്യണം. അദ്ദേഹം ഭയങ്കര കാമാണ്, സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ട്, എന്നെ കൺവിൻസ് ചെയ്യുമെന്ന് പറയുന്ന റീസണായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിൽ എന്തോ ഞാൻ പറയുന്നു സെർജിയോ ലൊബേറ വാസ് ബെറ്റർ എന്നൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കളിക്കുന്നതെന്ന് പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.